മുട്ടൽ മരംമുറി കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ നടപടി വയനാട് ജില്ലാ കോടതി ശരിവച്ചു. പ്രതികളുടെ അപ്പീൽ തള്ളി. എസ് വിനീഷ് കുമാറാണ് ചേരുന്നത് വയനാട്ടിൽ നിന്ന്. വിനീഷ്, കോടികളുടെ വില വരുന്ന ഈട്ടിത്തടികളാണ് ഇതിപ്പോൾ പ്രതികൾക്ക് വിട്ടു നൽകില്ല. അപ്പോൾ നടപടി ഇപ്പോൾ കോടതി ശരിവച്ചിരിക്കുന്നത്. കോടതിയുടെ നിരീക്ഷണം എന്താണ്? എന്തൊക്കെ വിവരങ്ങൾ നൽകാൻ കഴിയും? പ്രവിത 2021 ഈട്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വളരെ നിർണായകമായ ഒരു വിധി ഇപ്പോൾ വയനാട് ജില്ലാ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇവിടെ നിന്ന് മുറിച്ച ഈ വയനാട്ടിലെ പല ഭാഗങ്ങളിൽ നിന്ന് ഉപാധികളോടെ പട്ടയം ഉള്ള ഭൂമിയിൽ നിന്ന് മുറിച്ചെടുത്ത മരങ്ങൾ വനംവകുപ്പ് പിടികൂടിയിരുന്നു. ഈ മരങ്ങൾ കണ്ടുകെട്ടിയതിനെ തുടർന്ന് ഇത് കണ്ടുകെട്ടിയ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ കോടതിയെ സമീപിച്ചിരുന്നു. ആ കോടതി പ്രതികൾ അപ്പീൽ നൽകുകയായിരുന്നു ഈ സംഭവത്തിനെതിരെ. പക്ഷെ അതാണ് ഇപ്പോൾ തള്ളിക്കൊണ്ട്, അതായത് ഈ മരങ്ങൾ പൂർണ്ണമായും സർക്കാർ നിക്ഷിപ്തമാകേണ്ട മരങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കില്ല, ഈ അപ്പീൽ നിലനിൽക്കില്ല എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രതികളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിട്ടുണ്ട്. കാരണം 10 കോടിയോളം രൂപ വില മതിക്കുന്ന മരത്തടികളാണ് വയനാട്ടിൽ നിന്ന് മുറിച്ചു കടത്തിയത്. അതും അവിടുത്തെ കർഷകരെ ഉൾപ്പെടെ പറഞ്ഞു പറ്റിച്ച ശേഷമായിരുന്നു. കാരണം 2020 ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അതിൽ കൂടുതൽ പഴക്കമുള്ള 100-150 വർഷം പഴക്കമുള്ള മരങ്ങളാണ് വ്യാപകമായി മുറിച്ചു കടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേസുകൾ നിലവിലുള്ളത്. 28 കേസുകളായിരുന്നു കോടതിയിൽ ഉണ്ടായിരുന്നത്. ഈ അപ്പീലുകൾ അവർ നൽകിയിരുന്നു. ഈ 28 കേസുകൾ ഒറ്റ തീർപ്പാക്കലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതായത് മരം പൂർണ്ണമായും സർക്കാർ നിക്ഷിപ്തമാകേണ്ടതാണ്. സർക്കാർ കണ്ടുകെട്ടിയ നടപടി പൂർണ്ണമായും കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇത് പ്രതികൾക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. മുട്ടൽ കേസിലെ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു നിർണായക വിധിയായിട്ട് വേണം ഇതിനെ കാണാൻ. പ്രവിത, അതെ, ഈ നടപടി ഇപ്പോൾ കോടതി ശരിവച്ചതോടെ ഇനി കേസിലെ പ്രതികളായ ഈ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ മുന്നിലുള്ള തുടർ നിയമവഴികൾ അടഞ്ഞുവെന്നാണോ? സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ സമീപിച്ചിനി മരങ്ങൾ തിരികെ ലഭിക്കാനുള്ള ഒരു സാധ്യതയിലേക്കൊക്കെ കടക്കാനുള്ള ഒരു വഴിയുണ്ടോ? പ്രവിത, ഇതിലെ ഉത്തരവ്, അതായത് അന്നത്തെ റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടും വളർത്തിയതും കിളിർത്തതുമായ മരങ്ങൾക്ക് ഒരു കാലാവധി പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഉത്തരവിറക്കിയത്. അത്തരത്തിലുള്ള മരങ്ങൾ മാത്രമേ മുറിക്കാൻ പാടുള്ളൂ. ഉപാധികളോടെ പട്ടയമുള്ള, സാധാരണ പട്ടയമല്ല, ഉപാധികളോടെ പട്ടയം ലഭിച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്ന് എന്നായിരുന്നു ആ ഉത്തരവിൽ. ജയതിലക് IAS ഉത്തരവായിരുന്നത്. ആ ഉത്തരവിന്റെ മറവിൽ പക്ഷേ ആ കാലയളവിന് കൂടുതൽ പഴക്കമുള്ളതും 100-150 വർഷം പഴക്കമുള്ള മരങ്ങൾ അവിടുത്തെ കർഷകരെ പറഞ്ഞ് വഞ്ചിച്ച് അവരെ കബളിപ്പിച്ച്, കാരണം ഇത് സർക്കാർ ഇങ്ങനെ ഉത്തരവിറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് മരങ്ങൾ വിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതികൾ കർഷകരെ സമീപിക്കുകയും അങ്ങനെ ആ മരങ്ങൾ പൂർണ്ണമായും മുറിച്ച് 10 കോടിയോളം രൂപ വനം വകുപ്പ് വിലയിട്ടിരിക്കുന്ന മരങ്ങൾ ഇവിടെ നിന്ന് മുറിച്ച് കടത്തുകയാണ് ഉണ്ടായത്. ഇത് അന്നത്തെ റേഞ്ച് ഓഫീസറായിരുന്ന സമീറിന്റെ നേതൃത്വത്തിൽ, മേപ്പാടി റേഞ്ച് ഓഫീസറായിരുന്ന സമീറിന്റെ നേതൃത്വത്തിലാണ് ഇത് എറണാകുളത്ത് വെച്ചാണ് ഇത് പിടികൂടുന്നത്. അതിനുശേഷമാണ് ഇത് വനം വകുപ്പ് കണ്ടുകെട്ടി റവന്യൂ വകുപ്പിന് കൈമാറുന്നത്, സർക്കാർ കണ്ടുകെട്ടുന്നത്. അത് വിട്ടുതരണം, അത് തങ്ങൾക്ക് അവകാശപ്പെട്ട മരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതികളായ റോജി അഗസ്റ്റിനും ആന്റോ അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റിനും കോടതിയെ സമീപിക്കുന്നത്. അതാണിപ്പോൾ ജില്ലാ കോടതി തള്ളിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സംഭവങ്ങളുണ്ട്. ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെയുണ്ട്. മരമുറി മാത്രമല്ല, അല്ലാതെയുള്ള ഭീഷണി, ഇങ്ങനെ ഇത്തരത്തിലുള്ള കേസുകളെല്ലാം തന്നെ ഉണ്ട്. അതിന്റെ കുറ്റപത്രം, പല കേസുകളിലും കുറ്റപത്രം ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു നിർണായകമായ വിധി, പ്രതികൾക്ക് തിരിച്ചടിയാവുന്ന രീതിയിലുള്ള ഒരു വിധി വന്നിട്ടുള്ളത്. ശരി, എസ് വിനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മുട്ടൽ മരമുറി കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ നടപടി വയനാട് ജില്ലാ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്, ശരിവച്ചിരിക്കുകയാണ്. അഗസ്റ്റിൻ സഹോദരന്മാരുടെ അപ്പീൽ കോടതി തള്ളുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.